നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ വാർഷികവും പൈതൃകം 2024 5, 6, 7 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ച 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് തൊടുപുഴയിൽ ഏറ്റുവാങ്ങി. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ഗോൾഡൻ ജൂബിലി സമ്മാന കൂപ്പൺ പദ്ധതിയുടെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ നിർവഹിച്ചു. പുതുവർഷത്തിൽ കെ സ്മാർട്ടിലൂടെ ഡബിൾ സ്മാർട്ടായി തൊടുപുഴ നഗരസഭ. കെ സ്മാർട്ടിൽ അപേക്ഷാ ഫീസും ലൈസൻസ് ഫീസും പെർമിറ്റ് ഫീസും നികുതിയും പരാതിയുമെല്ലാം ഓൺലൈനായി നൽകാം. കോടിക്കുളം ഗ്ലോബൽ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ 2024-2025 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. പുതുതായി എത്തിയ കുട്ടികളെ മധുരം നൽകി സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ വാർഷികവും പൈതൃകം 2024 5, 6, 7 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കും. മുനിസിപ്പൽ വാർഡ് കൗൺസിലർ രാജി അജേഷ് പുരാവസ്തു പ്രദർശനവും മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അരുണോദയവും മുൻ IG SP ഗോപിനാഥ് വാർഷികവും ഉദ്ഘാടനം ചെയ്യും. 5 വൈകിട്ട് തോൽപ്പാവക്കൂത്തും പെരുങ്കളിയാട്ടവും പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കും. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ 43ാം വാർഷികത്തോടനുബന്ധിച്ച് പുരാവസ്തു പ്രദർശനവും നാടൻ കലകളുടെ ദൃശ്യവിസ്മയവും 5, 6, 7 തീയതികളിൽ സംഘടിപ്പിക്കും. പൈതൃകം 2024 5 വൈകിട്ട് 4:30 ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ചാഴികാട്ട് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ അധ്യക്ഷത വഹിക്കും. രാവിലെ 9:30 ആരംഭിക്കുന്ന എക്സിബിഷൻ മുനിസിപ്പൽ വാർഡ് കൗൺസിലർ രാജി അജേഷ് ഉദ്ഘാടനം ചെയ്യും. 6 വൈകിട്ട് 5 അരുണോദയത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിക്കും. സ്കൂൾ വാർഷികാഘോഷം കേളിയും പൈതൃകം 2024 സമാപനവും 7 വൈകിട്ട് 5 മുൻ IG SP ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷ MS ലളിതാംബിക മുഖ്യപ്രഭാഷണം നടത്തും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പത്മശ്രീ അവാർഡ് ജേതാവ് രാമചന്ദ്രൻ പുലവർ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കും. തുടർന്ന് പൊന്നന്താനം ഭദ്രജ്വാലയുടെ പെരുങ്കളിയാട്ടവും ഉണ്ടായിരിക്കും. നൂറ്റാണ്ടുകളുടെ ചരിത്ര സ്മൃതി ഉണർത്തുന്ന നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, ആയുധങ്ങൾ, കർഷക ഉപകരണങ്ങൾ, മറ്റിതര പുരാവസ്തുക്കൾ തുടങ്ങിയവ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കും. 5 രാവിലെ 10:30 മുതൽ കേരളത്തിന്റെ സ്വന്തമായ വൈവിധ്യമാർന്ന നാടൻ കലകളുടെ അവതരണങ്ങൾ വേദിയിൽ ആരംഭിക്കും. സോപാന സംഗീതം, കളമെഴുത്ത്, ഗാനപൈതൃകം തുടങ്ങിയവയും ഉദ്ഘാടന ദിവസം സംഘടിപ്പിക്കും. കുട്ടികൾക്ക് കഴിഞ്ഞ കാല സമൂഹത്തിൻ്റെ ചരിത്രത്തെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, ചരിത്രം മാത്രമല്ല കഴിഞ്ഞ കാല സമൂഹത്തിൻ്റെ ജീവിതശൈലിയും കാർഷിക മേഖലയിലുള്ള പ്രവർത്തനങ്ങളും ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് പൈതൃകം പുരാവസ്തു നാടൻ കലാപ്രദർശനം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട നമ്മുടെ കഴിഞ്ഞ കാല സമൂഹത്തിൻ്റെ സാംസ്കാരികമായ പ്രത്യേകതകളൊക്കെ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരുപാട് പരിപാടികളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. പ്രാർത്ഥന പോലും ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സംഗതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സോപാന സംഗീതം ഒരു ദേവ പൈതൃകം എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. കളമെഴുത്ത് വർണ്ണ പൈതൃകം എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. സാധാരണ സിനിമാ ഗാനം ഗാനപൈതൃകം എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. ആയോധനകല കളരിപ്പയറ്റ് അവതരിപ്പിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കാല സമൂഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം. എല്ലാം ഇത് അവതരിപ്പിക്കുമ്പോൾ ഒക്കെ അതിൻ്റെ ഡെമോൺസ്ട്രേഷനും വിശദീകരണങ്ങളും ഉണ്ടാകും. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക, കഴിഞ്ഞ കാല സമൂഹത്തിൻ്റെ പ്രത്യേകതകളെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്ന പൈതൃക സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ഗോവ സംസ്ഥാന ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള അവറുകളാണ്.
തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാനും സ്കൂൾ മാനേജറുമായ പ്രൊഫസർ PG ഹരിദാസ്, സ്വാഗത സംഘം ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പളുമായ VN സുരേഷ്, വിദ്യാലയ സമിതി സെക്രട്ടറി PR സുന്ദരരാജൻ, പ്രസിഡന്റ് KP ജഗദീഷ് ചന്ദ്ര, ക്ഷേമസമിതി പ്രസിഡന്റ് KJ രജീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാളറ ടൗണിൽ നിന്ന് വാളറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്ന ഭാഗത്ത് സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം. ദേശീയപാതയിൽ നിന്നാണ് ആളുകൾ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നത്. ആളുകൾ പാതയോരത്തെ കൊക്കയിൽ പതിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവർ വാളറ ടൗണിൽ നിന്നാണ് വാളറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നത്. ഈ ഭാഗത്ത് നിന്നാൽ വെള്ളച്ചാട്ടം മനോഹരമായി കാണാമെന്നതിനാൽ ചിത്രങ്ങൾ പകർത്താനും വിശ്രമിക്കാനുമൊക്കെ സഞ്ചാരികളുടെ തിരക്കുണ്ട്. എന്നാൽ ഇവിടെ പതിയിരിക്കുന്ന അപകട സാധ്യത സഞ്ചാരികൾ ഗൗനിക്കാറില്ല. പാതയോരത്ത് വലിയ ഉയരമില്ലാതെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. ആളുകൾ പലപ്പോഴും ഇതിൽ ഇരിക്കുകയും ഭിത്തിക്ക് മുകളിൽ കയറി നിൽക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അബദ്ധത്തിൽ കാൽ തെന്നിയാൽ താഴെ വലിയ കൊക്കയിലേക്ക് പതിക്കുമെന്നതാണ് ഇവിടുത്തെ അപകട സാധ്യത. ഈ അപകട സാധ്യത ഒഴിവാക്കാൻ സുരക്ഷാ ഭിത്തിയുടെ ഉയരം വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. ഇതിനോടകം ഇവിടെ ഒന്നിലധികം തവണ അപകടം സംഭവിച്ചു കഴിഞ്ഞു. കാൽ വഴുതിയാൽ പതിക്കുക പാതയോരത്തെ വലിയ കൊക്കയിലേക്കാണ്. അപകടകരമായ വിധം നിന്ന് സഞ്ചാരികൾ പലപ്പോഴും സെൽഫി പകർത്താറുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്ന തിരക്കിൽ ആളുകൾ അപകട സാധ്യത മുഖവിലക്കെടുക്കാറില്ല. ഈ വാളറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ആൾക്കാർ വന്നിരിക്കുകയും ഈ റോഡിൻ്റെ കൽവർട്ടിന് പൊക്കമില്ല, പുതുക്കി പണിത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കയറി അതിൽ ഇരിപ്പും ഈ വിശ്രമിക്കാൻ കിടപ്പൊക്കെയാണ്. അപ്പോൾ 2-3 അപകടങ്ങൾ ഇപ്പോൾ അടുത്തടുത്ത് ഉണ്ടായി. അതിലൊരാളും മരിച്ചു. കഴിഞ്ഞ ദിവസം ബൈക്കയിൽ വന്ന ആൾ വിശ്രമിക്കാൻ കിടന്ന് താഴെ പോയി, എന്നിട്ട് അത്ഭുതകരമായ രക്ഷപ്പെട്ട്. ഈ കൽവർട്ട് അവിടെ ആൾക്കാർ കയറി ഇരിക്കാണ്ട് നെറ്റ് കെട്ടുവോ അല്ലെങ്കിൽ പൊക്കി പണി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ ഡെയിലി ഈ ടൂറിസ്റ്റുകൾക്ക് അറിയില്ല ഇതിൻ്റെ ആഴവും താഴ്ചയൊന്നും. അവരെ സാധാ കയറിനോട്ട് കയറും, പലപ്പോഴും തെന്നിപ്പോവും. പല വിഷയങ്ങളും എവിടെ ഉണ്ടാകുന്നു, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. വരും മാസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കും. ഇതിനു മുൻപേ സുരക്ഷ ഒരുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ച 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് തൊടുപുഴയിൽ ഏറ്റുവാങ്ങി. ജനുവരി 4 മുതൽ 8 വരെ കൊല്ലത്താണ് കലോത്സവം നടക്കുന്നത്. തൊടുപുഴ ട്രഷറിയിൽ സൂക്ഷിച്ച സ്വർണ്ണക്കപ്പ് ബുധനാഴ്ച രാവിലെ കൊല്ലത്തേക്ക് കൊണ്ടുപോയി. സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. ഇവിടെ വളരെ ആഘോഷത്തോടു കൂടി നമുക്കറിയാം, നമ്മുടെ ജില്ലാ അതിർത്തി മുതൽ ഇവിടെ വരെ വളരെ ആഘോഷപൂർവ്വമാണ് നമ്മൾ ഈ കപ്പ് സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെതായ മഹത്വവും മഹാത്മ്യവും നമുക്കുണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കഴിഞ്ഞ വർഷത്തെ കലോത്സവം നടക്കുമ്പോൾ 675ഓളം പോയിന്റുകൾ നമുക്ക് കിട്ടിയിരുന്നു. എന്നിരുന്നാൽ തന്നെയും എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രമല്ല ഈ കലോത്സവത്തിൽ മാറ്റിവെക്കുന്ന എല്ലാവർക്കും വിജയാശംസ അർപ്പിക്കുന്നു.
കേരള സ്പോർട്സ് അക്കാദമിയുടെ ജൂനിയർ കളർ ബെൽ ടെസ്റ്റ് കരിമണ്ണൂർ മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. 210 കുട്ടികളും 100 രക്ഷിതാക്കളും ടെസ്റ്റിന്റെ ഭാഗമായി. പൊതുയോഗത്തിൽ നിരവധി പ്രമുഖർ സംസാരിച്ചു. കേരള സ്പോർട്സ് അക്കാദമിയുടെ ഈ വർഷത്തെ ജൂനിയർ കളർ ബെൽറ്റ് ടെസ്റ്റ് കരിമണ്ണൂർ മാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. വളരെ വലിയ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഇതിന് വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സ്റ്റേഷനുകളിലെല്ലാം ട്രെയിനിങ് കൊടുത്തിട്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും കുട്ടികൾ പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് മസ്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആശംസിച്ചുകൊണ്ട് ഷിഹാൻ ബേബി എബ്രഹാം, സെൻസായി ഡിക്സൺ ബേബി, ഇൻസ്ട്രക്ടർമാരായ റിൻഡു സെബാസ്റ്റ്യൻ, ജോർസന ജോൺസൺ, ദേവിക ബിജു, ജോസ്മി ജോസ്, അരുന്ധതി കെ ഷാജി, സീനത്ത് ടി എം, കീർത്തന ഷാമോൻ, ഹിഷാം അനസ്, ഇഷാൻ ഖാൻ, അക്ബർ പി അനസ്, സിബി കൊട്ടാരം എന്നിവർ നേതൃത്വം നൽകി. 210 കുട്ടികളും 100 രക്ഷിതാക്കളും ടെസ്റ്റിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ഗോൾഡൻ ജൂബിലി സമ്മാന കൂപ്പൺ പദ്ധതിയുടെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ നിർവഹിച്ചു. ഇതോടൊപ്പം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന പ്രിന്റിംഗ് പ്രസ് ഉടമയായ ജോസ് മീഡിയയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഡിസംബർ 31 വരെ നീണ്ടു നിൽക്കുന്ന 36 സമ്മാനങ്ങളുള്ള സൗജന്യ പദ്ധതിയാണ് ഇത്. തൊടുപുഴ മേഖലയിൽ പ്രിന്റിംഗ് പ്രസ്സുകൾ തുടങ്ങിയതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ പുറത്തിറക്കിയ ഗോൾഡൻ ജൂബിലി സമ്മാന കൂപ്പൺ പദ്ധതിയുടെ ഉദ്ഘാടനം ഫാർമേഴ്സ് സെമിനാർ ഹാളിൽ വെച്ച് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് ടോം ചെറിയൻ അധ്യക്ഷനായി. ഇതോടൊപ്പം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന പ്രിന്റിംഗ് പ്രസ് ഉടമയായ ജോസ് മീഡിയയെ പ്രസിഡന്റ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പ്രിന്റേഴ്സ് അസോസിയേഷൻ നിരന്തര പരാതി ഉന്നയിച്ച പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന പോസ്റ്റ് ഓഫീസ് റോഡ് ആധുനിക രീതിയിൽ നവീകരിച്ച അധികാരികളെ യോഗം അഭിനന്ദിച്ചു. കൊല്ലത്ത് കോപ്പാറ പ്രിന്റിംഗ് പ്രസ് ഉടമ രാജീവ് രാമകൃഷ്ണനും കുടുംബാംഗങ്ങളും ബാങ്കിലെ കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. യോഗത്തിൽ KAPA ജില്ലാ പ്രസിഡന്റ് മധു തങ്കശ്ശേരി നെടുങ്കണ്ടം, ജില്ലാ ജനറൽ സെക്രട്ടറി സൽജിൻ തോമസ് മുരിക്കാശ്ശേരി എന്നിവർ ഓൺലൈനിൽ ആശംസകൾ നേർന്നു. ജനറൽ സെക്രട്ടറി ബിജി കോട്ടയിൽ, പോൾസൺ ജെമിനി, AS ജോമോൻ, ജോസ് മീഡിയ, ബിനു വിക്ടറി, ഷിബു ഫൈൻ, സന്തോഷ് ശ്രീകൃഷ്ണ, അജി കോട്ടയിൽ, സനൽ ഇല്യൂഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാർ ചുരക്കുളം ആശുപത്രിയിൽ ഇന്ന് ഡ്രൈവർമാരുടെ പ്രതിഷേധം. ചുരക്കുളം ആശുപത്രിക്ക് സമീപം ഇന്നലെ വൈകുന്നേരമുണ്ടായ വാഹന അപകടത്തിൽപ്പെട്ട ഡ്രൈവർ അടക്കമുള്ള 3 പേരെ ചികിത്സിക്കാത്തതിലായിരുന്നു പ്രതിഷേധിച്ചത്. വൈകുന്നേരങ്ങളിൽ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനമില്ലെങ്കിൽ എഴുതിവെച്ച് ആശുപത്രി അടച്ചിടണമെന്നും ഡ്രൈവർമാർ. ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ചുരക്കുളം ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ ദിവസം വൈകുന്നേരം അയ്യപ്പ ഭക്തരുടെ വാഹനം നിയന്ത്രണം വിട്ട് എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെയും 2 യാത്രക്കാരെയും വണ്ടിപ്പെരിയാർ ചുരക്കുളം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ല എന്ന കാരണം അറിയിച്ച് ഇവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് ചുരക്കുളം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. ശബരിമല മണ്ഡലകാലത്ത് ഡോക്ടർമാരുടെ സേവനം വണ്ടിപ്പെരിയാർ ചുരക്കുളം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാകണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ടായിട്ട് കൂടി ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാകാത്തത് ഏറെ പ്രതിഷേധകരമാണെന്നും ഡോക്ടറുടെ സേവനമില്ലെങ്കിൽ അത് എഴുതിവെച്ച് ആശുപത്രി അടച്ചിടേണ്ടതാണെന്നും ഡ്രൈവർമാരെ പ്രതിനിധീകരിച്ച് പൊതുപ്രവർത്തകനായ രാജ കുറുപ്പുപാലം പറഞ്ഞു. നമ്മുടെ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് ഇന്നലെ സായന്മാർ വണ്ടി നമ്മുടെ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ആ ഓട്ടോയിൽ 3 പേര് യാത്ര ചെയ്യുകയാണ്. അല്ല, ആ 3 പേര് തൊട്ടടുത്ത് 100 മീറ്റർ അകലെയാണ് നമ്മുടെ ഹോസ്പിറ്റല്. തൊട്ടടുത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ഇവിടെ 4 ഡോക്ടർമാർ ചാർജുണ്ട്. 4 ഡോക്ടർമാരുടെ ഹോസ്പിറ്റലാണ്. ഒരു ഡോക്ടർമാർ കൂടെ ഇല്ല. അവർ നോക്കിയിട്ട് അവൻ മരിച്ചോ ഇല്ല ജീവനോടെ ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി ഒരു ഡോക്ടർ ഇല്ലായിരുന്നു. ഇന്നലെ 4 ഡോക്ടർ ചാർജുള്ള സ്ഥലത്തിൽ ഒരു ഡോക്ടർ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ DMO വിളിച്ച് പറഞ്ഞിട്ട് ഇന്ന് മെഡിക്കൽ ഓഫീസറെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. ഞങ്ങൾ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് സംസാരിച്ചു. അതുപോലെ സായന്മാർ സീസണിൽ
24 മണിക്കൂർ ഫുള്ളായിട്ട് ഡോക്ടർമാർ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റിയിലും കളക്ട് മീറ്റിംഗിലും ഉണ്ട്, റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഈ ഹോസ്പിറ്റലിൽ ഇപ്പം ഇല്ല. വണ്ടിപ്പെരിയാർ ചുരുക്കുളം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 4 ഡോക്ടർമാരുടെ സേവനമാണുള്ളത്. ഇതിൽ 2 പേർ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്നവരാണ്. മറ്റ് 2 പേർക്ക് വൈകുന്നേരങ്ങളിൽ ഡ്യൂട്ടി നൽകിയിട്ടുണ്ടെങ്കിലും പകൽ സമയങ്ങളിലും മറ്റുമുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ കാരണമാണ് ചില ദിവസങ്ങളിൽ ഡോക്ടറുടെ സേവനം വൈകുന്നേരങ്ങളിൽ ലഭ്യമല്ലാത്തതെന്ന് മെഡിക്കൽ ഓഫീസർ വെങ്കടലക്ഷ്മി അറിയിച്ചു. നിലവിൽ 4 ഡോക്ടർമാർ ആണ് ഉള്ളത്. അതിൽ 2 PHC ആണ്, പെർമനന്റ് സ്റ്റാഫ് ഉള്ള ഡോക്ടർ. 2 ഡോക്ടർമാർ, ഒന്ന് NHM, ഒന്ന് നമ്മുടെ കോൺട്രാക്ട് ബേസിസിലുള്ള ഡോക്ടറാണ് ഉള്ളത്. അപ്പോൾ ഈവനിങ് OPക്ക് നമുക്ക് കോൺട്രാക്ട് ബേസിസ് ഉള്ള ഡോക്ടറിനാണ് കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ഇടുന്നത്. പിന്നെ രാവിലെ OPക്ക് 2 പേരെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് OPക്കുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നൈറ്റിൽ 6 മണി തൊട്ടുള്ള OPക്ക് നമുക്ക് ഡോക്ടറിന് അവൈലബിലിറ്റി കുറവാണ്. ബിക്കോസ് നമുക്ക് നൈറ്റിൽ എടുത്താൽ പിറ്റേ ദിവസം ഓഫ് കൊടുക്കണം അവർക്ക്. അപ്പോൾ റൗണ്ട് ദി ക്ലോക്ക് ആണെങ്കിൽ നമുക്ക് 8 പേര് ഇല്ല 7 പേരെങ്കിലും ഉണ്ടെങ്കിൽ മിനിമം നമുക്ക് നൈറ്റ് പ്രവർത്തിക്കാൻ സഹകരിക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ രാവിലെ 2 പേരും ഉച്ചയ്ക്ക് ഒരാളെ കൊണ്ട് തന്നെ പ്രോഗ്രാം നടത്തും. പിന്നെ അതല്ലാത്ത ഒരാൾ ഓഫ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. അതിൽ ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, പിന്നെ മീറ്റിംഗ്, DMO കോൺഫറൻസ്, പിന്നെ പൊതുവായിട്ടുള്ള പ്രോഗ്രാമുകൾ, നാഷണൽ പ്രോഗ്രാംസ് അത് വരുമ്പോഴത്തേക്കാണ് പിന്നെ ക്ഷാമം വരുന്നത്. ശബരിമല മണ്ഡലകാലത്ത് എല്ലാ വർഷവും വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നതാണ്. ഇതിനായി പ്രത്യേക കൗണ്ടറുകളും പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഈ വർഷം ഇത് ഉണ്ടായിട്ടില്ല. ഇതുപോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ വൈകുന്നേരവും രാത്രികാലങ്ങളിലും വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്താൻ മെഡിക്കൽ ജില്ലാ ഓഫീസറുമായി സംസാരിച്ചതായും ഇതിന് ഉടനടി പരിഹാരം കാണണമെന്നും ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പുതുവർഷത്തിൽ K-സ്മാർട്ടിലൂടെ ഡബിൾ സ്മാർട്ടായി തൊടുപുഴ നഗരസഭ. K-സ്മാർട്ടിൽ അപേക്ഷാ ഫീസും ലൈസൻസ് ഫീസും പെർമിറ്റ് ഫീസും നികുതിയും പരാതിയുമെല്ലാം ഓൺലൈനായി നൽകാം. കൂടാതെ തത്സമയ സ്ഥിതി വിവരവും അറിയാൻ കഴിയും. തുടക്കത്തിൽ ഈ സേവനം നഗരങ്ങളിൽ ആയിരിക്കുമെങ്കിലും പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഭാവിയിൽ സേവനങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിലാകുന്ന പ്ലാറ്റ്ഫോം ആയിരിക്കും K-സ്മാർട്ട്. തദ്ദേശ സേവനങ്ങൾക്കുള്ള 35 മേഖലകളിൽ 8 എണ്ണമാണ് ആരംഭത്തിൽ നൽകുന്നത്. ഏകീകൃത തദ്ദേശ ഭരണ വകുപ്പിന്റെ കീഴിൽ നഗരസഭകളിൽ K-സ്മാർട്ട് സംവിധാനം നിലവിൽ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ നഗരസഭയിൽ K-സ്മാർട്ട് സേവനങ്ങൾ നൽകി തുടങ്ങി. തദ്ദേശ സേവനത്തിലുള്ള പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ K-സ്മാർട്ട് ആണ് ഭൂമി വിവരങ്ങൾ, സർക്കാർ വകുപ്പുകളുടെ ഡേറ്റാ ശേഖരണം ഉപയോഗിച്ച് രാജ്യത്ത് ആദ്യമായി ഓൺലൈൻ സംവിധാനത്തിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്നത്. K-സ്മാർട്ടിൽ അപേക്ഷാ ഫീസും ലൈസൻസ് ഫീസും പെർമിറ്റ് ഫീസും നികുതിയും പരാതിയുമെല്ലാം ഓൺലൈനായി നൽകാം. കൂടാതെ തത്സമയ സ്ഥിതി വിവരവും അറിയാവുന്നതാണ്. K-സ്മാർട്ടിൽ വ്യക്തികൾ നൽകുന്ന വിവരങ്ങൾ മൂന്നാമതൊരാൾക്ക് കാണാൻ സാധിക്കുന്നതല്ല. വ്യക്തിഗത ലോഗിനിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ അക്ഷയ സെന്റർ അല്ലെങ്കിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൈപ്പറ്റ രസീത് ഓൺലൈനായി ഇമെയിലിലും വാട്സപ്പ് നമ്പറിലും വരും. തുടക്കത്തിൽ ഈ സേവനം നഗരങ്ങളിലായിരിക്കുമെങ്കിലും പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഭാവിയിൽ സേവനങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിലാക്കുന്ന പ്ലാറ്റ്ഫോം ആയിരിക്കും K-സ്മാർട്ട്. തദ്ദേശ സേവനങ്ങൾക്കുള്ള 35 മേഖലകളിൽ സിവിൽ രജിസ്ട്രേഷൻ, വ്യാപാര വ്യവസായ ലൈസൻസ്, നികുതികൾ, യൂസർ മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഫിനാൻസ്, കെട്ടിടങ്ങൾക്ക് അനുമതി, പൊതുപരാതി പരിഹാരം തുടങ്ങിയവയാണ് ആരംഭത്തിൽ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോടിക്കുളം ഗ്ലോബൽ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ 2024-2025 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. പുതുതായി എത്തിയ കുട്ടികളെ മധുരം നൽകി സ്വീകരിച്ചു. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കോടിക്കുളം ഗ്ലോബൽ ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. മാനേജിംഗ് ട്രസ്റ്റി ജോജോ ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ ഡോക്ടർ ജിജോ കുര്യൻ, ഫാദർ ജോൺ, പ്രിൻസിപ്പൽ ജോഷി മാത്യു, KG സെക്ഷൻ കോർഡിനേറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. നവാഗതരായ കുട്ടികളെ മധുരം നൽകിയാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. 2024-2025 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനും ഇവിടെ ആരംഭിച്ചു. ഗ്ലോബൽ ഇന്ത്യൻ പബ്ലിക് സ്കൂളിലേക്ക് അഡ്മിഷൻ നടക്കുന്ന ഈ അവസരത്തിൽ എന്തുകൊണ്ട് ഗ്ലോബൽ ഇന്ത്യൻ സ്കൂൾ സെലക്ട് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഇതര സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് IDS സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള ബ്രിട്ടീഷ് കൗൺസിലുമായിട്ട് ചേർന്ന് ആർട്സ്, സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരവസരം ഗ്ലോബൽ ഇന്ത്യൻ പബ്ലിക് സ്കൂളിലാണ് യഥാർത്ഥത്തിൽ തൊടുപുഴ മേഖലയിൽ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷം തീർച്ചയായിട്ടും കുട്ടികൾക്ക് പഠനത്തിന് വളരെയേറെ പ്രയോജനകരമാണ്. ഒപ്പം ഇവിടുത്തെ സ്റ്റാഫ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് സ്വിമ്മിംഗ് പൂള്, അതുപോലെ ഹോംലി ഫുഡ്,
അതേപോലെ സേഫ് ആയിട്ടുള്ള യാത്രാ സൗകര്യം. സ്കൂളിലെ മുഴുവൻ കുട്ടികളും സ്കൂൾ ബസ്സിനാണ് വരുന്നത്. ഇതെല്ലാം ഈ സ്കൂളിന്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ ഈ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിട്ടു കഴിയുമ്പോൾ പേരൻസിന് ഒരു ഉത്തമ ബോധ്യമുണ്ട്, ആ കുട്ടികൾ ഈ സ്കൂൾ വഴി ഗ്ലോബൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. തീർച്ചയായിട്ടും അതാണ് ഈ സ്കൂളിന്റെ ഒരു വളർച്ചയുടെയും ഈ സ്കൂളിന്റെ നിലനിൽപ്പിന്റെയും എല്ലാം കാരണം. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നേരിമംഗലം പാലത്തിന് സമീപം ദേശീയ പാതയോരത്തുള്ള റാണിക്കലും പരിസരവും ശുചീകരിച്ച് വിദ്യാർത്ഥികൾ. സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ ഇടപെടൽ. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സ്നേഹാരാമം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ദേശീയപാതയുടെ നിർമ്മാണ ഘട്ടത്തിൽ അന്നത്തെ തിരുവിതാംകൂർ മഹാറാണിയായിരുന്ന സേതു ലക്ഷ്മിഭായ് ഉദ്ഘാടനം നിർവഹിച്ചതിന്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച ഫലകമാണ് റാണിക്കല്ല് എന്നറിയപ്പെടുന്നത്. ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതെങ്കിലും അവഗണനയുടെ നടുവിലായിരുന്നു റാണിക്കല്ല്. കാടും പടർപ്പും മൂടുകയും പരിസരമാകെ മാലിന്യം നിറയുകയും ചെയ്ത അവസ്ഥയിലായിരുന്നു റാണിക്കല്ലുണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റാണിക്കല്ലും പരിസരവും വിദ്യാർത്ഥികൾ ശുചീകരിച്ചത്. സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ ഇടപെടൽ. റാണിക്കല്ലും പരിസരവും വൃത്തിയാക്കിയതിനൊപ്പം റാണിക്കല്ല് പെയിന്റ് അടിച്ച് സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കും വിധം മോടി പിടിപ്പിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സ്നേഹാരാമം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. NSS യൂണിറ്റ് അംഗങ്ങളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ജില്ലയിലെ പ്രധാന നദിയായ പെരിയാറിന്റെ കാഴ്ചകൾ എക്കാലവും സന്ദർശകർക്ക് ഏറെ കൗതുകകരമാണ്. വർഷകാലത്ത് നിറഞ്ഞൊഴുകുന്ന പെരിയാറിന്റെ മനോഹര കാഴ്ചയാണെങ്കിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് താഴുമ്പോൾ തെളിഞ്ഞുവരുന്ന പാറക്കെട്ടുകളുടെ മനോഹര കാഴ്ചകളാണ് പെരിയാറിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നത്. ജില്ലയിലെ പ്രധാന നദിയായ പെരിയാറിന്റെ കാഴ്ചകൾ ആരിലും എക്കാലവും കൗതുകമുണർത്തുന്നതാണ്. മഴക്കാലത്ത് ഇരുകരകളും നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണെങ്കിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് താഴ്ന്ന് പാറക്കെട്ടുകൾ നിറഞ്ഞ പെരിയാറിന്റെ ഉൾപ്രദേശമാണ് വിസ്മയമാകുന്നത്. പെരിയാറിന്റെ മനോഹാരിത ആസ്വദിക്കാൻ സായാഹ്നങ്ങളിൽ ധാരാളം പേരാണ് പെരിയാർ വാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്തുന്നത്. പെരിയാർ വാലിയും അതിനനുബന്ധമായിട്ടുള്ള വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള വെള്ളക്കയം പ്രദേശങ്ങളും എല്ലാം ഏറ്റവും മനോഹരമായ പ്രദേശങ്ങൾ തന്നെയാണ്. വർഷകാലത്ത് നദി നിറഞ്ഞൊഴുകുന്ന സമയത്ത് മാത്രമാണ് ധാരാളം കാഴ്ചക്കാർ ഈ പ്രദേശങ്ങളിലെല്ലാം പലപ്പോഴും എത്താറുള്ളത്. എന്നാൽ അതിനേക്കാൾ ഉപരി വേനൽക്കാലത്ത് നദിയിലെ വെള്ളം കുറയുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ പാറക്കെട്ടുകളിലെ നിരന്തരമായ ജല ഒഴുക്കിലൂടെ രൂപം കൊണ്ടിരിക്കുന്ന ഈ പാറകളിൽ രൂപം കൊണ്ടിരിക്കുന്ന മനോഹരമായ ശില്പസദൃശമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം ഏറെ മനോഹരമായി തന്നെ നമുക്ക് കാണുവാനും ആസ്വദിക്കാനുമുള്ള ഒരു അവസരം നമുക്കുണ്ട്. പെരിയാർ വാലിയെ സംബന്ധിച്ച് ഇവിടെ ഈ പ്രദേശത്ത് വർഷകാലത്ത് കാഴ്ചക്കാർ കൂടുമെങ്കിലും വേനൽക്കാലത്ത് ഈ നദിയിലേക്ക് ഇറങ്ങി ഇവിടെയുള്ള പാറക്കെട്ടുകളിലൂടെ നടന്നു നീങ്ങിയാൽ നമുക്ക് ഒട്ടനേകം കാഴ്ചകൾ കാണാൻ കഴിയും. അവധിക്കാലത്തൊക്കെ ഞങ്ങൾ ഈ പാറക്കെട്ടുകളിൽ വന്നിരുന്ന് ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാറുണ്ട്. മാത്രമല്ല നമ്മുടെ ജില്ലാ ടൂറിസം വകുപ്പ് ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ഇവിടെ ഒരു ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ നമുക്ക് ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ശില്പങ്ങളുടെ സാദൃശ്യമുള്ള പാറക്കൂട്ടങ്ങളും വിശ്രമ സങ്കേതങ്ങളായി മാറുന്ന പാറക്കെട്ടുകളും ഏറെ ആകർഷണീയമാണ്. പെരിയാർ വാലി, വെള്ളക്കയം, ചപ്പാത്ത തുടങ്ങിയ മേഖലകൾ ഇത്തരത്തിൽ സായാഹ്നങ്ങളിൽ സന്ദർശകർ ഏറെ എത്തുന്ന പ്രധാന ഇടങ്ങളാണ്. അതേസമയം അപരിചിതർക്ക് ഏറെ അപകടകാരിയുമാണ് പെരിയാർ. വെള്ളക്കെട്ടുകളുടെ ആഴവും വിസ്തൃതിയും മനസ്സിലാക്കാതെ പെരിയാറിലിറങ്ങി അപകടത്തിൽപ്പെട്ടവരും നിരവധിയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കന്നുകാലി തീറ്റയിൽ നിന്നുള്ള വിഷബാധയേറ്റ് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടി കർഷകരെ SDPI നേതാക്കൾ സന്ദർശിച്ചു. SDPI തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ MB, മണ്ഡലം സെക്രട്ടറി അൻവർ ഇസ്മയിൽ, മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ഷാനവാസ് PA, കമ്മിറ്റി അംഗം ഷംനാസ് റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം മാത്യുവിനെയും ജോർജിനെയും വീട്ടിലെത്തിക്കണ്ട് ആശ്വസിപ്പിച്ചു. കന്നുകാലി തീറ്റയിൽ നിന്നുള്ള വിഷബാധയേറ്റ് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടി കർഷകരെ SDPI നേതാക്കൾ സന്ദർശിച്ചു. മികച്ച കുട്ടി കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ 15-കാരൻ ഇടുക്കി വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നി, ജോർജ് ബെന്നി എന്നിവരുടെ 13 പശുക്കളാണ് കഴിഞ്ഞ ദിവസം കപ്പത്തോടിൽ നിന്നുള്ള വിഷബാധയേറ്റ് കൂട്ടത്തോടെ ചത്തുപോയത്. SDPI തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ MB, മണ്ഡലം സെക്രട്ടറി അൻവർ ഇസ്മായിൽ, മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ഷാനവാസ് PA, കമ്മിറ്റി അംഗം ഷംനാസ് റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം മാത്യുവിനെയും ജോർജിനെയും വീട്ടിലെത്തി കണ്ട് ആശ്വസിപ്പിച്ചു. പിതാവിന്റെ മരണത്തിന് ശേഷം കുട്ടികളായ മാത്യുവും ജോർജും പശുവിനെ വളർത്തിയാണ് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. എന്നാൽ കൂട്ടത്തോടെ പശുക്കൾ ചത്തത് കുടുംബത്തിന്റെ നില ആകെ പരുങ്ങലിലാക്കിയിരിക്കുകയാണ്. അതിനാൽ സർക്കാർ അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്നും ചത്തുപോയ പശുക്കൾക്ക് പകരം നല്ല ഇനം പശുക്കളെ നൽകി കുടുംബത്തെ സഹായിക്കണമെന്നും SDPI മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ MB ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. ഇന്ത്യൻ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ നാഷണൽ കോൺക്ലേവ് ഫെബ്രുവരി 17-18 തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുമെന്ന് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ കുമളി തേക്കടി പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. കോൺക്ലേവിന്റെ ഇടുക്കി ജില്ലാതല പ്രചരണ പരിപാടികൾ ജില്ലയിൽ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുണൈറ്റഡ് നേഷന്റെ കീഴിൽ UN അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ഏക മനുഷ്യാവകാശ സംഘടനയായ ഇന്ത്യൻ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ 2004 രൂപീകൃതമായത്. രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളായി പ്രവർത്തിച്ചു വരുന്ന INOHRPക്ക് കേരളത്തിൽ സംസ്ഥാന കമ്മിറ്റി അടക്കം 10 ജില്ലാ കമ്മിറ്റികളാണുള്ളത്. 2015 അണക്കര കേന്ദ്രമായി INOHRP ഇടുക്കി ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത്. സംഘടന രൂപീകൃതമായതിനു ശേഷം രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് വർഷാവർഷങ്ങളിൽ കോൺക്ലേവുകൾ നടത്തിവരുന്നുണ്ട്. INOHRPയുടെ 2024-25 വർഷത്തെ കോൺക്ലേവ് കേരളത്തിൽ ആലപ്പുഴയിൽ വെച്ച് 2024 ഫെബ്രുവരി 17-18 തീയതികളിൽ നടത്തപ്പെടുകയാണ്. നാഷണൽ കോൺക്ലേവിന്റെ പ്രചാരണം എല്ലാ ജില്ലകളിലും നടത്തുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് കുമളിയിൽ വെച്ച് വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തതെന്ന് INOHRP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VR വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ ഒരു നാഷണൽ കോൺക്ലേവ് കേരളത്തിൽ വെച്ചാണ് എല്ലാ വർഷവും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ വെച്ച് നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളുള്ള സംഘടനയാണ്. UN കീഴിലാണ്, അണ്ടർ UN ചാർട്ടറിലുള്ള ഇന്ത്യയിലെ ഏക മനുഷ്യാവകാശ സംഘടനയാണ് INOHRP. വർഷാവർഷം ഓരോ നാഷണൽ കോൺക്ലേവ് ഓരോ സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്. ഇപ്രാവശ്യത്തെ കേരളത്തിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രചാരണം എല്ലാ ജില്ലകളിലും. നമുക്ക് കേരളത്തിലെ 10 ജില്ലകളിലുണ്ട്. കാസർഗോഡും വയനാട് ഒഴികെ ബാക്കി 10 ജില്ലകളിൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ ജില്ലാ കമ്മിറ്റികളുണ്ട്. അപ്പോൾ എല്ലാ ജില്ലയിലും ഇതിൻ്റെ കോൺക്ലേവിൻ്റെ പ്രചരണം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. ഇതുവരെ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും സംഘടന നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രതികരണങ്ങളും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജില്ലയിലെ ജനങ്ങളിൽ എത്തിച്ച് സംഘടനയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനുമായിട്ടാണ് വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത്. നാഷണൽ കോൺക്ലേവിനെ കുറിച്ചുള്ള മികച്ച പ്രചാരണം പത്രമാധ്യമങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. തേക്കടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ INOHRP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VR വിജയൻ, സെക്രട്ടറി ഗീതാകുമാർ, ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ S കുമാർ, M മുരുകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ വാർഷികവും പൈതൃകം 2024 5, 6, 7 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ച 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് തൊടുപുഴയിൽ ഏറ്റുവാങ്ങി. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ഗോൾഡൻ ജൂബിലി സമ്മാന കൂപ്പൺ പദ്ധതിയുടെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ നിർവഹിച്ചു. പുതുവർഷത്തിൽ കെ സ്മാർട്ടിലൂടെ ഡബിൾ സ്മാർട്ടായി തൊടുപുഴ നഗരസഭ.
സ്മാർട്ടിൽ അപേക്ഷാ ഫീസും ലൈസൻസ് ഫീസും പെർമിറ്റ് ഫീസും നികുതിയും പരാതിയുമെല്ലാം ഓൺലൈനായി നൽകാം. കോടിക്കുളം ഗ്ലോബൽ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ 2024-2025 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. പുതുതായി എത്തിയ കുട്ടികളെ മധുരം നൽകി സ്വീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.